ഏരൂർ ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയുടെ ഭാഗമായി കെൽട്രോണുമായി സഹകരിച്ച് നടപ്പാക്കുന്ന നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കൽ എന്ന പ്രോജക്റ്റിൽ നിന്നും കെൽട്രോൺ പിന്മാറി. ക്യാമറ സ്ഥാപിക്കാൻ ആവശ്യമായ വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതിനാലാണ് കെൽട്രോൺ പ്രോജക്റ്റിൽ നിന്നും പിന്മാറിയത്. ഇവിടെ 2 മാസം ഇത് സ്ഥാപിച്ചിട്ട് ഇതിനകത്ത് നമ്മുടെ KCBയിൽ പോയിട്ട് കണക്ഷൻ ചോദിച്ചായിരുന്നു. ക്യാമറ വർക്ക് ചെയ്യണ KCB കണക്ഷൻ വേണം. അപ്പോൾ അത് ചോദിച്ചിട്ട് KCBക്കാർ പറയുന്നത് ഈ പേയ്മെൻറ്റ് ഇവർ കറക്റ്റ് അല്ല, ഒരു ബില്ലും അടച്ചിട്ടില്ല, അതുകൊണ്ട് കണക്ഷൻ തരാൻ ബുദ്ധിമുട്ടാണ്, പഞ്ചായത്തിൻ്റെ പേരിൽ കണക്ഷൻ തരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് സ്ഥാപിച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളെല്ലാം ഇത് റിമൂവ് ചെയ്ത് കൊണ്ടുപോവാണ്. ക്യാമറ സ്ഥാപിക്കാൻ പറ്റില്ല, KCB കണക്ഷൻ കിട്ടിയാൽ മാത്രമേ സ്ഥാപിക്കാൻ പറ്റുള്ളൂ. KCB കണക്ഷൻ കിട്ടില്ല എന്ന് പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ 2 മാസം ലെറ്റർ കൊടുത്തു. അപ്പോൾ ഇതുവരെയായിട്ട് അതിന് മറുപടി ഒന്നുമില്ല. ഞങ്ങൾ ഇത് കണക്ഷൻ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ സോളാർ വേറൊരു ഓർഡർ ആക്കാൻ വേണ്ടിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും റെസ്പോൺസ് ചെയ്യുന്നില്ല ഇവരാരും. അതുകൊണ്ട് ഇത് റിമൂവ് ചെയ്ത് തിരിച്ചു കൊണ്ടുപോകാം. അതിനകത്ത് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഈ ക്യാമറ. വേസ്റ്റ് ഇടുന്നതിനെ സംബന്ധിച്ച് അതിനകത്ത് എന്തെങ്കിലും വേസ്റ്റ് എവിടെയെങ്കിലും വരികയാണെങ്കിൽ അത് എല്ലാ പഞ്ചായത്തുകളും ചെയ്തു വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇപ്പോൾ അഞ്ചലിലും ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ ഇവിടെ ഏരൂരും വന്നു. ഏരൂർ പഞ്ചായത്തിൽ വന്നിട്ട് ഇതാണ് നടക്കുന്നത്. ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് മാലിന്യം വലിച്ചെറിയുന്നതും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുമായാണ് ഗ്രാമപഞ്ചായത്ത് 3 ലക്ഷം രൂപ മുടക്കി 10 ഹൈ ഡെഫിനിഷൻ സൂമിംഗ് ക്യാമറകൾ സ്ഥാപിക്കുന്നത്. നമ്മുടെ ഏരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപത്ത് കെൽട്രോൺ സ്ഥാപിച്ച ക്യാമറകൾ ഇന്ന് അവർ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്, അറത്ത് എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഇത് നമ്മൾ ഈ ഏരൂർ സ്കൂളിൻ്റെ പരിസരത്ത് ഈ ക്യാമറ സ്ഥാപിച്ചതിൽ ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഏരൂർ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇവിടെ LKG മുതൽ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി വരെയുള്ള അല്ലെങ്കിൽ PG വരെയുള്ള കോഴ്സ് നടക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് ഏരൂർ ഗവൺമെൻറ് ഹൈസ്കൂളിനോടനുബന്ധിച്ച് നടക്കുന്ന വിദ്യാലയങ്ങൾ. ഇവിടെ നമുക്കറിയാം, വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാൻ വരികയും മറിച്ച് വിദ്യാർത്ഥിനികൾ വണ്ടി കയറുന്ന സാഹചര്യങ്ങളുണ്ട്. MDMAയുടെ പ്രവർത്തനങ്ങളടക്കം അല്ലെങ്കിൽ കഞ്ചാവിൻ്റെ പ്രവർത്തനങ്ങളടക്കം ഇവിടുത്തെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളടക്കം നിരീക്ഷിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ളൊരു ക്യാമറയായിരുന്നു ഇവിടെ സ്ഥാപിച്ചിരുന്നത്. ഇവിടെ ഒരു 4 ക്യാമറയോളം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇത് മനസ്സിലാക്കാൻ സാധിച്ചെന്നുള്ള പഞ്ചായത്ത് ബന്ധപ്പെട്ട ഇലക്ട്രിസിറ്റി ബോർഡിന് കറണ്ട് ചാർജ് അടയ്ക്കാത്തതിൻ്റെ സാഹചര്യത്തിൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ഇതിന് വൈദ്യുത കണക്ഷൻ കൊടുക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ അവർ നിരന്തരമായി പഞ്ചായത്തിനെ സമീപിച്ചു. കെൽട്രോൺ എന്ന് പറയുന്ന ഈ ക്യാമറ സ്ഥാപിച്ച കമ്പനി നിരന്തരമായി പഞ്ചായത്തിനെ സമീപിച്ചപ്പോൾ അതിന് യാതൊരുവിധ മറുപടിയും പഞ്ചായത്ത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ഈ ക്യാമറകൾ ഇവിടുന്ന് അവർ എടുത്തുകൊണ്ട് പോകുന്നത്. അത് അറുത്തുകൊണ്ടാണ് പോകുന്നത്. ഇവിടുത്തെ ആട്ടോക്കാരടക്കം അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സമൂഹത്തിലെ മുഴുവൻ ആൾക്കാരടക്കം കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇത് സത്യത്തിൽ ഈ നാടിന് വലിയൊരു ഗുണമുണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു. നമുക്കറിയാം, ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ മയക്കുമരുന്നിൻ്റെ സ്കൂളുമായിട്ട് കേന്ദ്രീകരിച്ച് മയക്കുമരുന്നിൻ്റെ പ്രവർത്തനങ്ങൾ, അതേപോലെ കഞ്ചാവിൻ്റെ പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ ഇവിടുത്തെ പൂവാല ശല്യങ്ങൾ അടക്കമുള്ള നിരവധി കാര്യങ്ങൾ, ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ നിരീക്ഷിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഈ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യുന്നതടക്കം, ഇവിടെ വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളുന്നതടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് തരത്തിൽ നിരന്തരമായ പരാതികളുടെയും അതേപോലെ തന്നെ പ്രക്ഷോഭങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ 2 ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നിരന്തരമായ മാലിന്യം കൊണ്ട് തള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ചാനലുകളടക്കം മാധ്യമങ്ങളടക്കം അത് റിപ്പോർട്ട് ചെയ്ത് നിരന്തരമായ സമരങ്ങളുടെയും പ്രക്ഷോഭത്തിൻ്റെ അടിസ്ഥാനത്തിലായി ഈ ക്യാമറകൾ പലയിടത്തും സ്ഥാപിച്ചിട്ടുള്ളത്. ആ ക്യാമറകളടക്കം അറുത്തുകൊണ്ടുപോകുന്ന സാഹചര്യം കെൽട്രോൺ എന്ന് പറയുന്ന കമ്പനി ചെയ്യുന്നത്. അത് വളരെ ഗൗരവത്തിലെടുക്കണം. കാര്യം വെച്ചാൽ പഞ്ചായത്ത് നമ്മളുടെ ഓരോ പൗരന്മാരുടെ മേലുള്ള പൗരബോധം പോലും പാലിക്കാത്ത തരത്തിലേക്ക് ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ നടത്തുന്നത് ശരിയല്ല. KCB അനാവശ്യവാദങ്ങൾ ഉയർത്തി പദ്ധതിയെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണെന്ന് പഞ്ചായത്ത് നടപ്പാക്കി വരുന്ന രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിയിൽ അതത് സമിതികൾ കറണ്ട് ബിൽ അടയ്ക്കണം എന്നിരിക്കെ കുടിശ്ശികയായ തുക പഞ്ചായത്ത് സെക്രട്ടറി അടയ്ക്കണം എന്ന വാദം ഉയർത്തിയാണ് KCB ഈ പദ്ധതി തടസ്സപ്പെടുത്തുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. അജിത് പറഞ്ഞു. സ്കൂളിന്റെ പ്രദേശത്ത് നമ്മൾ ക്യാമറ സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചു. ക്യാമറ സ്ഥാപിക്കുന്നതിന് ബന്ധപ്പെട്ട് കെൽട്രോൺ നമ്മൾ കൊട്ടേഷൻ എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ നടത്തി വരികയാണ്. എന്നാൽ KCB അനാവശ്യമായ വാദം ഉന്നയിച്ചുകൊണ്ട് ആ പദ്ധതിയെ മുടക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിയുടെ മുടങ്ങിക്കിടക്കുന്ന കറണ്ട് ബില്ല് അതത് സമിതികളാണ് വർഷങ്ങളായി അടച്ചു വരുന്നത്.
എന്നാൽ സെക്രട്ടറി അടയ്ക്കണമെന്നുള്ള ഒരു വാദമാണ് KSEB ഉന്നയിച്ചിരുന്നത്. എന്നാൽ പഞ്ചായത്ത് സമിതി ഇതെല്ലാം ചർച്ച ചെയ്ത് നമ്മുടെ സംസ്ഥാന വകുപ്പ് ഗവൺമെൻറ്റിന് നമ്മൾ കത്തെഴുതി. ആ കത്തിൻ്റെ മറുപടി ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. പഞ്ചായത്ത് അടയ്ക്കണമെങ്കിൽ അടയ്ക്കാമെന്നുള്ള ഒരു സർക്കാർ ഉത്തരവുണ്ടായാൽ മാത്രമേ നമുക്ക് ആ കുടിവെള്ള പദ്ധതിയുടെ പൈസ അടയ്ക്കാൻ കഴിയും. അത് കൃത്യമായി അറിയാമെന്നിരിക്കെ നമ്മുടെ KSEBക്ക് നമ്മൾ കത്ത് കൊടുത്തു, ഈ ഓർഡർ വരുന്നതനുസരിച്ച് നമ്മൾ ഈ പൈസ അടച്ചുകൊള്ളാം. എന്നാൽ ഒരു പദ്ധതി മുടക്കുന്നതിന് വേണ്ടിയുള്ള സമീപനമാണ് KSEBയുടെ ഭാഗത്തുനിന്ന് എടുത്തിട്ടുള്ളത്. എന്നാൽ ബന്ധപ്പെട്ട ആളുകളുടെ എല്ലാ ശ്രദ്ധയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കം ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ താലൂക്ക് വികസന സമിതിയിൽ ഈ വിഷയം ഞാൻ ഉന്നയിച്ചു. ആ വിഷയത്തിന് ഈ മാസം 6-ാം തീയതി മറുപടി നൽകാമെന്നാണ് KSEB താലൂക്ക് വികസന സമിതി അറിയിച്ചു. തുടർന്ന് ഈ പദ്ധതി ഒരു കാരണവശാലും ഉപേക്ഷിക്കുന്ന പരിപാടിയില്ല. തുടർന്ന് കെൽട്രോൺ പിന്മാറിയ അടുത്ത ഏജൻസി ഉപയോഗിച്ച് നമ്മൾ പദ്ധതി നിർവഹണം നടത്തുകയാണ്. എന്നാൽ വിവിധ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലവിൽ ഏരൂർ ഗ്രാമപഞ്ചായത്ത് 60,000-ഓളം രൂപ KSEBക്ക് നൽകാനുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലാണ് വൈദ്യുതി കണക്ഷൻ എടുത്തിട്ടുള്ളതെന്നും ഗ്രാമപഞ്ചായത്തിനെതിരെ റവന്യൂ റിക്കവറി അടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഈ തുക അടയ്ക്കുന്ന പക്ഷം മാത്രമേ വൈദ്യുതി കണക്ഷൻ നൽകുകയുള്ളൂ എന്നും KSEB അഞ്ചൽ ഓഫീസിൽ നിന്നും അറിയിച്ചു. ജില്ലാ വിഷൻ, കൊല്ലം.